കടുങ്ങപുരം പാലൂർ കോട്ട അത് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. മഴക്കാലത്താണ് ഇവിടെ ഭയങ്കര രസം. വെറുതെ ഒന്ന് ജസ്റ്റ് ആ ബൈക്ക് പോയപ്പോൾ റാഫി ഉസ്താദിൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി കയറിയതാണ്. ഇത് വലിയൊരു മലയാണ്. ആ മല കയറാൻ ഒരു ടാസ്ക് തന്നെയാണ്. എന്നാലും കയറി. മഴക്കാലത്ത് പോയാൽ ഒരുപാട് ആൾക്കാരുണ്ടാകലുണ്ട്. ഭയങ്കര തിരക്കാണ്. പല സമയത്ത് ഞാനവിടെ പോയിട്ടുണ്ട്. നല്ല കാഴ്ചയാണ്. നമ്മളെ റാഫി ഉസ്താദ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടാകലുണ്ട്. മഴക്കാലത്ത് ഭയങ്കര രസമാണ്. ആളുകളൊക്കെ വന്ന് ഇവിടുന്ന് കുളിക്കുന്നതൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, ചെറിയ വെള്ളമേ ഉള്ളൂ. ഇവിടെയൊക്കെ കയറുക എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. സൈഡൊക്കെയാണ് വീണിട്ടുണ്ടെങ്കിലേ താഴത്തെത്തും. എന്നാലും റാഫി ഉസ്താദൊക്കെ കഷ്ടപ്പെട്ട് കയറി തന്നെയാണ്. റാഫി ഉസ്താദിൻ്റെ നാട് ഇവിടെ തന്നെ ആയതുകൊണ്ട് നല്ല പരിചയമാണ്. ഇവിടെയൊക്കെ ഇവിടുത്തെ എല്ലാ കഥകളും മൂപ്പർക്ക് അറിയാം. ചെറുപ്പം മുതലേ ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ എല്ലാ ഹിസ്റ്ററി മൂപ്പർക്ക് അറിയാമെന്നാണ് മൂപ്പർ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളും ഇങ്ങോട്ട് കയറാൻ തീരുമാനിച്ച്. 10-15 കൊല്ലം മുമ്പൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല തെളിനീര് വെള്ളമുണ്ട് ഇവിടെ. നമുക്കാണെങ്കിൽ ഭയങ്കര ദാഹമുണ്ട്. ഏകദേശം ഒരു 3 മണി സമയത്താണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഒന്ന് വെള്ളം കുടിക്കാൻ പറ്റുമെന്നറിയില്ല. ഏതായാലും നല്ല ശുദ്ധമായ വെള്ളം കണ്ടപ്പോൾ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. റാഫി ഉസ്താദ് കണ്ടപ്പോൾ നമുക്കൊരു പൂതി. അപ്പോൾ നല്ല അടിപൊളി വെള്ളം, നല്ല തണുപ്പുണ്ട്. സൂപ്പർ അടിപൊളി, മാഷാ അല്ലാഹ്. പുസ്തകം തിന്നുന്ന ചിതലിനെ കണ്ട് ഇതുപോലെ പാറെടുക്കൊണ്ട് പറഞ്ഞു പോരണമെങ്കിൽ അപ്പുറത്തുനിന്ന് ആ റോഡ് കൂടി പോണ സംഗതി വായിച്ചാലും കണ്ടാവും. ഏകദേശം ഇതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞു. നല്ല രസമായിട്ട് ഈ ഭാഗങ്ങളൊക്കെ. ഇവിടെ ഒരുപാട് കഥകളുണ്ട്. അതൊന്നും കുട്ടികൾക്കൊന്നും അറിയില്ല. കാരണം കുട്ടികൾക്ക് കുറച്ച് അവിടെ വെള്ളച്ചാട്ടം അറിയും. അവിടെ ഒന്ന് കുളിച്ച് പോകുന്നല്ലാതെ ഇതിൻ്റെ മുകളിലുള്ള സംഭവങ്ങളൊന്നും കുട്ടികൾക്ക് അറിയില്ല. ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് ചില കഥകളൊക്കെ ഇവിടെ പറയപ്പെടുന്നുണ്ട്. അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ. എന്നാലും ഒന്നിങ്ങനെ റാഫി ഉസ്താദിൻ്റെ കൂടെ അങ്ങനെ പോയി നോക്കി. റാഫി ഉസ്താദ് ഇങ്ങനെ അന്വേഷിച്ച് കിടക്കുകയാണ് എവിടെയാണ് ആ സ്ഥലം എന്നൊക്കെ. മുമ്പ് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് പലപ്പോഴും തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ കാടൊക്കെ വെട്ടിയതുകൊണ്ട് അവിടെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഞങ്ങളിങ്ങനെ പോയി നോക്കുകയാണ്. ഒരു മരത്തിൻ്റെ ചുവട്ടിലാണൊക്കെ സംഭവങ്ങളുള്ളത്. ഇത് എന്തൊക്കെ അന്ന് ഉപയോഗിച്ച സംഭവങ്ങളാണെന്നൊക്കെ പറയപ്പെടുന്നു. അല്ലാഹു ആലം. ഇവിടെ ചെറിയ പാറമ്പലിങ്ങനെ കുത്തിയതൊക്കെ കാണുന്നുണ്ട്. പഴയ കാലത്ത് എന്തൊക്കെയോ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ അതിന് മനസ്സിലാക്കുന്നത്. ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ കഥകളുള്ളതെന്നാണ് റാഫി ഉസ്താദിനോട് പറഞ്ഞിരുന്നത്. അവിടുന്ന് കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നു. എന്തുകൊണ്ടാണ് ഇത് സംരക്ഷിക്കപ്പെടാത്തത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ. നാട്ടുകാരനായതുകൊണ്ട് കുറേ വിവരങ്ങളുണ്ടാവില്ല പറഞ്ഞു തന്നു. ഈ കിടങ്ങാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഇതിന് 2 സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും. അതിൽ നടുവിൽ മണ്ണിട്ടിരിക്കണം. 2 സൈഡിൽ പാറ കട്ട് ചെയ്ത് താഴെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കറക്റ്റാണ് കട്ടിങ്ങൊക്കെ. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കട്ട് ചെയ്തല്ല. ഇവിടുന്ന് അങ്ങനെ നോക്കിയാൽ നല്ല കാഴ്ച കേട്ടോ. നല്ല കാഴ്ച, അടിപൊളി കാഴ്ചയാണ്. ഇറങ്ങാന്നുള്ള ടാസ്ക് ആണല്ലേ. താഴത്ത്
അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാതെ മുന്നോട്ട് വെളിച്ചമാ